നേരെ അങ്ങോട്ട് അർത്ഥം വെച്ചാൽ ബദരീങ്ങളെ ഞങ്ങളെ രോഗം മാറ്റണേ എന്നാണ് അർത്ഥം വെച്ച് കൊടുത്താൽ എന്താ പ്രശ്നം? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, കുരുവട്ടൂരിൻ്റെ കുരുപൊട്ടിയ കഥ നമുക്കിന്ന് കേൾക്കാം. പേരോട് ഉസ്താദ് ഈയിടെയായി കുറച്ചൊക്കെ ഇങ്ങനെ ആദർശം പറഞ്ഞു വരുന്നുണ്ടെങ്കിലും ആ ആദർശത്തിനിടയിൽ ചില അവരുടെ അന്ധവിശ്വാസങ്ങളും തിരികെ കയറ്റുന്നു എന്നത് വേറെ വിഷയമാണ്. ഏതായാലും രോഗം മാറ്റുന്നവൻ അല്ലാഹു സുബ്ഹാനഹു തആല മാത്രമാണ് എന്നതിൽ സംശയമില്ല. ഒരു വിശ്വാസിക്ക് ഖുർആനും സുന്നത്തും മനസ്സിലാക്കിയ ഒരാൾക്ക് ഒരിക്കലും സംശയം വരികയില്ല. വിശുദ്ധ ഖുർആനിൽ ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമുക്ക് പഠിപ്പിച്ചു തന്നത്, അതുപോലെ തന്നെ മറ്റു പ്രവാചകന്മാരെല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നത്, അത് അള്ളാഹു നമുക്ക് രോഗം നൽകുന്നു, ആ രോഗം മാറ്റിത്തരാൻ റബ്ബിന് മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും പ്രാർത്ഥിച്ചത്, രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചത്, അല്ലാഹുമ്മ അൻത റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ് ഇശ്ഫി അൻത ഷാഫി ഇശ്ഫി അൻത ഷാഫി. അല്ലാഹുവേ, നീയാണ് രോഗം ശിഫപ്പെടുത്തുന്നവൻ, അതുകൊണ്ട് നീ രോഗം ശിഫ നൽകണേ എന്ന് പ്രവാചകൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായാൽ എൻ്റെ രോഗം ശിഫപ്പെടുത്തുന്നവൻ റബ്ബാണ് എന്ന് അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തിയ വചനങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ രോഗം ശിഫ നൽകുന്നവൻ അള്ളാഹു മാത്രമാണ്, അല്ലാതെ ഒരു സൃഷ്ടികൾക്കും സാധ്യമല്ല. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു തആല ചില സബബുകൾ, ചില കാരണങ്ങൾ വച്ചു. രോഗം വന്നാൽ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോകാറുണ്ട്. അവിടെ നിന്ന് കുറിച്ച് കിട്ടുന്ന മരുന്ന് നമ്മൾ കഴിക്കാറുണ്ട്. ആ മരുന്ന് കഴിച്ചു എന്നതുകൊണ്ടല്ല രോഗം മാറിയത്. ആ മരുന്ന് കഴിക്കുക എന്ന കാരണം അള്ളാഹു വച്ചു. ആ കാരണത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് രോഗം മാറ്റി നൽകി എന്നാണ്. എന്നാൽ ഇതിനെ മുൻനിർത്തിക്കൊണ്ട് സമസ്തക്കാർ പറയുന്നത്, ഇതുപോലെയുള്ള ഒരു കാരണമാണ് ഔലിയാക്കന്മാരെ, ഖബറാളികളെ സമീപിക്കുക എന്നത് എന്ന് പറഞ്ഞ് കുറച്ച് നാൾ നടന്നിരുന്നു. അതിൽ ഇപ്പോൾ കുറച്ചാളുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പേരോട് ഉസ്താദിന്റെ സംസാരം നമുക്കൊന്ന് കേൾക്കാം. സുബ്ഹാനല്ലാഹ്, ഈ മഖബറയിൽ കിടക്കുന്ന മഹാൻ രോഗം മാറ്റുമോ? ഇല്ല, അല്ലാഹുവാണ് രോഗം മാറ്റുന്നവൻ. കേട്ടല്ലോ സഹോദരന്മാരെ, മഖബറയിൽ കിടക്കുന്ന മഹാന്മാർ നമുക്ക് രോഗം മാറ്റാൻ അവർക്ക് കഴിവില്ല. നമുക്ക് രോഗം മാറ്റിത്തരാൻ അവർക്ക് യാതൊരു കഴിവുമില്ല. കാരണം അവർ മയ്യിത്താണ്. മാത്രമല്ല, ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലും അവർക്ക് അഭൗതികമായ മാർഗത്തിലൂടെ നമ്മുടെ രോഗങ്ങളെ മാറ്റിത്തരാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്നാൽ ഇന്നും കേരളത്തിൽ പല നാടുകളിൽ രോഗം മാറാൻ വേണ്ടി ഖബറാളികളെ സമീപിക്കുന്നു, അവിടെ നേർച്ചകൾ ചെയ്യുന്നു. അപ്പമാണിബ നേർച്ച. കയ്യിനാണോ പ്രശ്നം, എന്നാൽ കയ്യിൻ്റെ രൂപത്തിലുള്ള അപ്പം. കാലിനാണോ പ്രശ്നം, എന്നാൽ കാലിൻ്റെ രൂപത്തിലുള്ള അപ്പം. കണ്ണിനാണോ പ്രശ്നം, കാതിനാണോ പ്രശ്നം. ഇങ്ങനെ തുടങ്ങി രോഗം മാറാൻ വേണ്ടി പല വിധേനയുള്ള നേർച്ചകൾ ചെയ്യുന്നു. കോഴികളെ സമർപ്പിക്കുന്നു, ആടുകളെ സമർപ്പിക്കുന്നു. ഇങ്ങനെ തുടങ്ങി ദീനിൻ്റെ ചൂഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന, അത് വ്യാപകമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ ഖബറാളികൾ നമ്മുടെ അസുഖം മാറ്റിത്തരികയില്ല എന്നു പറയുന്നതാണ് യഥാർത്ഥത്തെ ഇസ്ലാമിൻ്റെ അടിസ്ഥാനം. അതാണ് ഖുർആൻ പഠിപ്പിച്ചത്, അതാണ് പ്രവാചകൻ്റെ ചര്യ, അതാണ് ഒരു മുസ്ലിം സ്വീകരിക്കേണ്ടത്. എന്നാൽ സൂഫികളായ സമസ്തക്കാർ, അതിൽ കുരുവട്ടൂരികൾ, അവരുടെ കുരുപൊട്ടുന്ന ചില വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. നേരെ അങ്ങോട്ട് അർത്ഥം വെച്ചാൽ ബദരീങ്ങളെ ഞങ്ങളെ രോഗം മാറ്റണേ എന്നാണ് അർത്ഥം വെച്ച് കൊടുത്താൽ എന്താ പ്രശ്നം? ഞങ്ങൾ അങ്ങനെ വിചാരിക്കണേ, അള്ളയാണ് രോഗം മാറ്റുന്നവൻ, തർക്കല്ല, പറയേണ്ട കാര്യമല്ല. ആ അള്ളാഹു രോഗം മാറ്റാനുള്ള കഴിവും മഖാമും ആർക്ക് കൊടുത്തിട്ടുണ്ട്? മുഹമ്മദുർ റസൂലുള്ളാഹി. കേട്ടല്ലോ, 1400 വർഷങ്ങൾക്കപ്പുറം ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് രോഗം മാറ്റിക്കൊടുക്കാനുള്ള കഴിവും മഖാമും പ്രവാചകൻ അള്ളാഹു കൊടുത്തിരിക്കുന്നു എന്ന്. ഇതിനെന്താ തെളിവ്? വിശുദ്ധ ഖുർആനിൽ തെളിവുണ്ടോ? സുന്നത്തിൽ തെളിവുണ്ടോ? പ്രവാചകന്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും അങ്ങനെ ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയുമോ? അപസ്മാരം വന്ന് പ്രവാചകന്റെ അടുക്കൽ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നാവശ്യപ്പെട്ട ഒരു സ്ത്രീയുടെ ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെ CM മടവൂരായിരുന്നെങ്കിൽ, നിന്റെ രോഗം മാറിയിരിക്കുന്നു, നിനക്കിനി അങ്ങനെ സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞു വിട്ടേച്ചുമായിരുന്നു. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? അത് നിനക്ക് ഖൈറാണ്. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞത്, നബിയെ, എൻ്റെ ആ ഒരു അവസ്ഥയിൽ വസ്ത്രം നീങ്ങിപ്പോകാറുണ്ട്, അപ്പോൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം, നീങ്ങാതിരിക്കാൻ, ഔറത്ത് സംരക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു.
പ്രവാചകൻ അപ്പോഴും പറഞ്ഞില്ല ഇനി നിനക്ക് അങ്ങനെയൊന്നും സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞ് വിട്ടേക്കുകയല്ല ചെയ്തത്. മറിച്ച് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു എന്നാണ്. അതുപോലെ തന്നെ എത്രയെത്ര സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മഴയില്ലാത്ത സന്ദർഭം പ്രവാചകൻ പ്രാർത്ഥിച്ചു. അല്ലാതെ ഇതാ ഇപ്പോൾ മഴ പെയ്യും, അല്ലെങ്കിൽ വേങ്ങര കോയപ്പാപ്പ ചെയ്തതുപോലെ ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി നിന്ന് മൂത്രമൊഴിക്കുകയല്ല ചെയ്തത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പ്രമാണബദ്ധമായി നമുക്ക് ദീന് പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്നാണ്. ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ സ്വഹാബത്ത് പ്രവാചകന്റെ സന്നിധിയിൽ ചെന്നിരുന്നു. ആ പ്രവാചകൻ പ്രാർത്ഥിച്ചിരുന്നു. കാരണം സ്വാലിഹീങ്ങളുടെ പ്രാർത്ഥന എന്നത്, പ്രത്യേകിച്ചൊരു പ്രവാചകന്റെ പ്രാർത്ഥന റബ്ബ് സുബ്ഹാനഹു വതആല സ്വീകരിക്കാതിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ആ പ്രവാചകനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അത് തവസ്സുലിൻ്റെ ഒരു മാർഗമാണ്. എന്നാൽ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം ഏതെങ്കിലും ഒരു സ്വഹാബത്ത് ആ പ്രവാചകന്റെ അടുക്കൽ രോഗം മാറാൻ, കുട്ടിയെ കിട്ടാൻ, അസുഖം മാറാൻ, അതുപോലെ തന്നെ മഴ വർഷിക്കാൻ എവിടെയും ചെന്ന് പ്രാർത്ഥിച്ചതായിക്കൊണ്ട് സ്വഹാബത്തിൻ്റെ ജീവിതത്തിൽ കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇവർ വിശുദ്ധ ഖുർആനിനും തിരുസുന്നത്തിനും എതിരാകുന്ന, അതിനെ വെല്ലുവിളിക്കുന്ന രൂപത്തിലുള്ള വാദങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് തെളിവ് പിടിക്കുന്നത് എന്താണ്? ഇവരുടെ തെളിവെന്താ? ഈ കുരുവട്ടൂരുകളുടെ തെളിവെന്താണ്? അത് നമുക്കൊന്ന് കേൾക്കാം. പകര അഹ്സനിയെയാണ് സ്വീകരിക്കുന്നത്. നമുക്ക് കേൾക്കാം. അല്ലാതെ തവസ്സുലല്ല, അത് ഇസ്തിഗാസയാണ്. ഞാൻ മരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ദാഹം മൗത്ത് അത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദിരീങ്ങളാൽ തുണ റബ്ബന. നമ്മൾ ചെല്ലാറില്ലേ ബദിരിയത്തുൽ മങ്കൂസി? അത് അള്ളാഹുവിനോട് പറയുകയാണ്, അള്ളാഹുവേ എന്റെ നേരെ എന്റെ ഈമാൻ തെറ്റിക്കാൻ പിശാചി നോക്കുമ്പോൾ ആ ടൈമിൽ ബദരീങ്ങളെ തുണ തരണേ അല്ലാ, ബദരീങ്ങളെ തുണ നീ തുണക്കണേ അല്ലാ എന്നല്ല അവിടെ കാണുന്നത്. കേട്ടില്ലേ ഇവരുടെ തെളിവെന്താണെന്നുള്ളത്? ഒന്ന് പകര ഹസനിയുടെ സംസാരമാണ്, രണ്ട് എഴുതി വെച്ച ബദർ പാട്ടാണ്. ഇതിൽ പറയുന്ന വലിയൊരു വാദം തന്നെ എന്താ? ഇസ്ലാമിനെ തകർത്ത് കളയുന്ന തവക്കുലെന്ന വലിയ വിശ്വാസത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ വലിയൊരു മേഖലയെ ബദരീങ്ങളിലേക്ക് ചാർത്തി കൊടുക്കുകയാണ്. ബദരീങ്ങളാൽ തുണ റബ്ബന. അള്ളാഹിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ പോലും ബദരീങ്ങളുടെ തുണ കൊണ്ടേ ഞങ്ങൾക്ക് രക്ഷ ലഭിക്കുകയുള്ളൂ എന്നൊരു വിശ്വാസമാണ് ഇവർക്കുള്ളത്. എത്ര ബാലിശമാണ്! ഇബ്രാഹിം നബി അലൈഹിസ്സലാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, മൂസ അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാം, ഇങ്ങനെ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും നബിമാരും നമുക്ക് കാണിച്ചു തന്ന മാതൃക എന്താണ്? അവരുടെ പ്രതിസന്ധിയിൽ അവർക്ക് മുമ്പ് കഴിഞ്ഞുപോയ ഏതെങ്കിലും ഔലിയാക്കന്മാരെയോ അമ്പിയാക്കന്മാരെയോ പ്രവാചകന്മാരെയോ ആണോ വിളിച്ചു പ്രാർത്ഥിച്ചത്? ഒരിക്കലുമില്ല. നൂഹ് നബി അലൈഹിസ്സലാം, ആ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ പ്രതിസന്ധി ഘട്ടത്തിലും റബ്ബിനോടാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത്, തവക്കുൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മൂസ അലൈഹിസ്സലാം, മുന്നിൽ ശത്രുക്കളും പിന്നിൽ ചെങ്കടലും പെട്ടുപോയി എന്ന അവസ്ഥയിൽ പോലും തവക്കുലേൽപ്പിച്ചത് ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട്, റബ്ബിലേക്ക് തവക്കുലേൽപ്പിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ നമ്രൂദിൻ്റെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ പോലും ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞത് ഹസ്ബി അല്ലാഹ്, എനിക്കെൻ്റെ റബ്ബു മതി, ഭരമേൽപ്പിക്കാൻ അവൻ എത്ര നല്ലവൻ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ അതിനിടയിൽ ശത്രുക്കൾ കൊല്ലാൻ വേണ്ടി പിന്നാലെ കൂടി അവസാനം ഗുഹയിൽ ഒളിച്ചു. ശത്രുക്കൾ തൻ്റെ തലയുടെ തൊട്ടുമുകളിൽ വന്നപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞെന്താ? റസൂലേ, അവരൊന്ന് കാലിലേക്ക് നോക്കിയാൽ, റസൂലേ അവരൊന്ന് കാലിലേക്ക് നോക്കിയാൽ നമ്മൾ പെട്ടു, നമ്മൾ തീർന്നു. പ്രവാചകൻ എന്താ പഠിപ്പിച്ചത് അവിടെ? ബദരീങ്ങളെ വിളിക്കാം എന്നാണോ? അല്ലെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ വിളിക്കാം എന്നാണോ? അല്ലല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? മാ ദന്നുക ബിസ്നൈനി അല്ലാഹു സാലിസുഹുമ. ആ അബൂബക്കർ, എന്താണ് രണ്ടുപേരുടെ വിഷയത്തിൽ താങ്കളുടെ വിചാരം? അള്ളാഹു മൂന്നാമനായി, സംരക്ഷകനായി നമ്മുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ അള്ളാഹുവിലേക്ക് തവക്കുലേൽപ്പിക്കുന്ന മാതൃകകളാണ്, അധ്യാപനങ്ങളാണ് പ്രവാചകന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. എന്നാൽ സമസ്ത പഠിപ്പിക്കുന്നതോ ബദരീങ്ങളിലേക്ക്, തവക്കുൽ മുഴുവൻ ബദരീങ്ങളിലേക്ക്. ഇനി പ്രവാചകൻ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനയിൽ പോലും എന്താ? നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ്
ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന പ്രാർത്ഥന പറഞ്ഞിട്ടിറങ്ങാനാണ് പറയുന്നത്. വിശുദ്ധ ഖുർആൻ ഉടനീളം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് തവക്കുൽ റബ്ബിലേക്ക് ആണ് എന്നാണ്. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹ്. ആരെങ്കിലും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, തവക്കുൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, കാവൽ തേടിയിട്ടുണ്ടെങ്കിൽ അവൻ മതിയെന്നാണ്. എന്നാൽ പകര പറയുന്നത് എന്താ? സമസ്തക്കാർ പ്രചരിപ്പിക്കുന്നത് എന്താണ്? ബദരീങ്ങളാൽ തുണ റബ്ബനാ, ബദരീങ്ങളെ കൊണ്ടാണ് തുണ എന്നാണ് ഇവർ പറയുന്നത്. ഇവർ വീടുകളിൽ ബദരീങ്ങളുടെ പേരെഴുതി വെക്കാൻ പറയുന്നു. പിന്നെ വീട് സംരക്ഷിക്കപ്പെടുന്നു എന്ന് പറയുന്നു. എന്തെല്ലാം അന്ധവിശ്വാസങ്ങൾ ഈ സമൂഹത്തിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നതാണ് വലിയ സങ്കടം. ഏതായാലും ഇവർ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ ഇസ്തിഗാസ എന്ന ഓമന പേരിട്ടുകൊണ്ട് നടക്കുന്ന ഇവർ ചെയ്യുന്ന പ്രവൃത്തി എന്നത് ഷിർക്ക് എന്നതല്ലാതെ മറ്റൊന്നും അതിനെ വിളിക്കാൻ പാടില്ല. നമ്മുടെ നൗഷാദ് ഹസനി ചോദിക്കുന്നുണ്ട്, ഷിർക്കാണെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ എന്ന്. നമുക്കൊന്ന് കേൾക്കാം. അതുകൊണ്ട് റസൂലേ അല്ലെ ബദരീങ്ങളെ ഞങ്ങളെ രോഗം മാറ്റണേ എന്ന് പറഞ്ഞാൽ അത് ഷിർക്കാന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? അപ്പൊ ഷിർക്കാണ് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഇസ്ലാം അതാണ് പഠിപ്പിക്കുന്നത്. അള്ളാഹു അല്ലാത്ത സൃഷ്ടികളോട് ഒരിക്കലും രോഗം മാറാൻ വേണ്ടി അഭൗതികമായ മാർഗത്തിൽ സഹായം തേടാൻ സാധ്യമല്ല. അത് പാടില്ലാത്തതാണ്, ഇസ്ലാം പഠിപ്പിക്കാത്തതാണ്. എന്നാൽ ഡോക്ടറിനോട് സഹായം തേടുന്നതോ അത് ഭൗതികമായ സഹായത്തേട്ടമാണ്. ഇതിനെ രണ്ടിനെയും നിങ്ങൾ ഒരിക്കലും അതിനെ രണ്ടും കൂട്ടിക്കെട്ടിക്കൊണ്ട് ഒരിക്കലും സമൂഹത്തെ വഞ്ചിക്കരുത് എന്നാണ് പറയാനുള്ളത്. ഇനിയിപ്പോൾ ഇത് കാണുമ്പോൾ ചില ആളുകൾക്ക് കുരുപൊട്ടും. എന്താ, ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പോൾ ഒരു ഹുക്മ്, ഔലിയാക്കന്മാരുടെ അടുത്ത് പോകുമ്പോൾ വേറെ ഹുക്മ്, അതെങ്ങനെ മാറുന്നു? എങ്കിൽ ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്നതും ഷിർക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇനി രംഗത്ത് വരുന്ന ചില ആളുകളെ കാണാൻ കഴിയും. ഒരിക്കലും അങ്ങനെയല്ല. ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പോൾ അവിടെ ഡോക്ടർ അവരുടെ പരിജ്ഞാനം കൊണ്ട് അവർ എഴുതുന്ന ഗുളിക കഴിക്കുമ്പോൾ അള്ളാഹു അതിലൂടെ ശിഫപ്പെടുത്തുന്നു. അത് കാരണങ്ങളെ സമീപിക്കലാണ്, കാര്യകാരണങ്ങളെ സമീപിച്ചുകൊണ്ട് നേടുന്നതാണ്. അതല്ലാതെ ഇങ്ങനെ ഒരു കാരണം അല്ലെങ്കിൽ സബബ് അള്ളാഹു ഒരിക്കലും നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മരിച്ചുപോയ മഹാന്മാരോട് പ്രാർത്ഥിക്കുക, അവരോട് രക്ഷ തേടുക, അവരോട് രോഗം ശിഫപ്പെടുത്താൻ വേണ്ടി ആവശ്യപ്പെടുക, ഇതെല്ലാം ഷിർക്ക് തന്നെ എന്നതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല എന്നത് തന്നെയാണ് നമുക്കിവിടെ പറയാനുള്ളത്. ഇനി ഇസ്തിഗാസ എന്താണ് എന്ന് ഈ നൗഷാദ് ഹസനി വിശദീകരിക്കുന്നുണ്ട്. അതുകൂടി കേട്ടിട്ട് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇസ്തിഗാസ എനിക്ക് മനസ്സിലായോ? നേർക്ക് നേരെ ചോദിക്കുക, എന്റെ രോഗം മാറ്റണേ. കേട്ടില്ലേ? ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ എന്താ? നേർക്ക് നേരെ സൃഷ്ടികളോട് ചോദിക്കുക. എന്ത്? രോഗം മാറ്റണേ, കുട്ടിയെ തരണേ, പ്രയാസങ്ങൾ നീക്കണേ, ജോലി നൽകണേ, ഇങ്ങനെ തുടങ്ങിയുള്ള ആവശ്യങ്ങൾ നേർക്കുനേർ സൃഷ്ടികളോട് ചോദിക്കുക എന്നതാണ്. അതും മരിച്ചുപോയ അമ്പിയാക്കന്മാരോട്, ഔലിയാക്കന്മാരോട്, അവരോട് ചോദിക്കുക എന്നതാണ് ഇസ്തിഗാസ. എന്നാൽ പ്രവാചകൻ പഠിപ്പിച്ചെന്നൊരു ഇസ്തിഗാസയുണ്ട്. അതാണ് ഒരു മുസ്ലിം സ്വീകരിക്കേണ്ട ഇസ്തിഗാസ. ഏതാണെന്നറിയോ? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുന്നുണ്ട്. ഇഹ്ഫദില്ലാ യഹ്ഫദുക്. ഇബ്നു അബ്ബാസ്, താങ്കൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, എങ്കിൽ അള്ളാഹു താങ്കളെ സംരക്ഷിക്കും. ഇഹ്ഫദില്ലാ തജ്ദുഹു തുജാഹക്. താങ്കൾ അള്ളാഹുവിനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ താങ്കളുടെ എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും അള്ളാഹുവിനെ നിങ്ങൾക്ക് കാണാം. എന്നിട്ട് പറഞ്ഞതെന്താ? ഇദാ സഅൽത ഫസ്അലില്ലാ. നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കൂ. വ ഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാ. നിങ്ങൾ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടൂ. ഇതാണ് ഇസ്തിഗാസ. ഇസ്ലാം പഠിപ്പിക്കുന്ന ശരിയായ ഇസ്തിഗാസ എന്നത്, ശറഇൽ അനുവദനീയമായ ഇസ്തിഗാസ എന്നത് ഇതാണ്. അതുകൊണ്ടാണ് നമ്മൾ 5 നേരം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി 17 തവണ ഫാത്തിഹ ഓതാറുണ്ടല്ലോ. ആ ഫാത്തിഹയിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് നമ്മൾ പറയാറില്ലേ? നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ? എന്താണ് ഇയ്യാക എന്ന പദത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ കാരണം? മാത്രമാണ് എന്ന ഹസ്റിൻ്റെ അർത്ഥം കിട്ടാനാണ്. അപ്പോൾ അള്ളാഹുവിനെ മാത്രം, ഇയ്യാക നഅ്ബുദു, റബ്ബേ നിന്നെ മാത്രം നമ്മൾ ആരാധിക്കുന്നു, വ ഇയ്യാക നസ്തഈൻ നിന്നോട് മാത്രം നമ്മൾ സഹായം തേടുന്നു, ഇസ്തിഗാസ റബ്ബേ നിന്നോട് മാത്രമാണ് എന്ന് പറഞ്ഞ് നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് ബദരീങ്ങളോട് ഇസ്തിഗാസ നേരിട്ടുള്ള പ്രാർത്ഥന എന്നല്ലേ പറഞ്ഞത്? നേരിട്ടുള്ള സഹായത്തേട്ടം എന്നാണ്. അപ്പോൾ ഇതിന് മധ്യവർത്തികളൊന്നുമല്ല,
നേരിട്ടുള്ള സഹായത്തേട്ടം തന്നെയാണ് എന്ന് തന്നെയാണ് ഇവിടെ കുരുവട്ടൂരിൻ്റെ നേതാവായ നൗഷാദ് അഹ്സനി പറയുന്നത്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ പേരോട് ഉസ്താദ് അദ്ദേഹം ചില കാര്യങ്ങൾ തിരുത്താറുണ്ട് ചില സന്ദർഭങ്ങളിൽ. ആ തിരുത്തിയത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്താണ് തിരുത്തിയത് എന്ന് ആദ്യം നമുക്ക് കേൾക്കാം. ഈ മക്ബറയിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും ആളുകൾ വന്ന് സുബ്ഹാനല്ലാഹ് കോഴിയും പത്തിരിയും ഒക്കെ മുതഅല്ലിമീങ്ങൾ കൊടുക്കുന്ന പതിവുണ്ട്. അങ്ങനെ കൊടുത്തിട്ട് ചിലരെ രോഗം മാറിയതായി എന്നോട് തന്നെ ചിലര് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഈ മക്ബറയിൽ കിടക്കുന്ന മഹാൻ രോഗം മാറ്റുമോ? ഇല്ല ഇല്ല, അല്ലാഹുവാണ് രോഗം മാറ്റുന്നവൻ. പേരോട് ഉസ്താദ് പറഞ്ഞ വാക്കുകൾ നമ്മൾ കേട്ടല്ലോ. ഈ അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, ഖബറുകൾ, അവിടെയൊക്കെ നേർച്ച ചെയ്യുന്നത് ഇതൊന്നും ശരിയല്ല. അങ്ങനെ ഒരു രോഗം മാറുന്ന പതിവില്ല. അങ്ങനെ ഒരു സബബാക്കി അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറയുമ്പോൾ നൗഷാദിൻ്റെ കുരുപൊട്ടുകയാണ്. ഏതായാലും ഇത് സമൂഹത്തെ കൊണ്ടെത്തിക്കുന്നത് ഷിർക്കിലേക്കാണ് എന്നത് വളരെ വ്യക്തമാണ്. ഞാനൊരു സംഭവം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ ബിൽക്കിസ് രാജ്ഞിയുടെ കൊട്ടാരത്തിലെ ആ ഒരു സിംഹാസനം സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കലേക്ക് കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പായി തന്നെ വന്നെത്തിയിട്ടുണ്ട്. വളരെ നിമിഷ നേരം കൊണ്ട് അത്രയും വിദൂരത്തിലുള്ള സിംഹാസനം തൻ്റെ പക്കൽ വന്നപ്പോൾ ഒരിക്കലും സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞില്ല, ഇതെൻ്റെ പവറാണ്, അല്ലെങ്കിൽ ഞാനിത് കൊണ്ടുവന്നതാണ്, ഇതെൻ്റെ കറാമത്താണ്, അതുകൊണ്ട് ഞാൻ വലിയ ഔലിയ പാപ്പയാണ് എന്നൊന്നും പറഞ്ഞ് നിഗളിക്കാൻ നിന്നിട്ടില്ല. ഇവരുടെ ആൾക്കാരൊക്കെ ആണെങ്കിലോ, CM മടവൂരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ എയറിൽ നിന്നേനെ. ഏതായാലും സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം ഞാനിവിടെ പറഞ്ഞത് വിശുദ്ധ ഖുർആനിൽ ആ വിഷയത്തെക്കുറിച്ച് പ്രതിപാദിച്ചപ്പോൾ ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെൻ്റെ റബ്ബിൻ്റെ അനുഗ്രഹമാണ്, ഇതെൻ്റെ റബ്ബിൻ്റെ ഔദാര്യാണ്. എന്നിട്ട് പറയാണ്, ഇതിൽ ഞാൻ നന്ദി കാണിക്കുന്നവനായി മാറുമോ അതല്ല കുഫ്ർ കാണിക്കുന്നവനായി മാറുമോ എന്ന പരീക്ഷണമാണ് അള്ളാഹു നടത്തുന്നത് എന്നാണ്. ഇതെങ്ങാനും ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഔലിയ എന്ന് പറയപ്പെടുന്ന ഒരാളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യമാണെങ്കിൽ ഇന്നത് വലിയ ആഘോഷമാണ്, അത് വലിയ മായാവി കഥയായി അവതരിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാകും. പിന്നെ അതിൻ്റെ പേരിൽ ചൂഷണങ്ങൾ, ഉമ്മത്തിൻ്റെ പോക്കറ്റടിക്കുന്ന അവസ്ഥ. എന്നാൽ സുലൈമാൻ നബി അലൈഹി സ്വലാം പറഞ്ഞെന്താ, ഇതെൻ്റെ റബ്ബ് എനിക്ക് തന്ന ഔദാര്യമാണ്, ആ ഔദാര്യത്തിൽ ഞാൻ നന്ദിയുള്ളവനായി മാറുന്നുവോ അതല്ല കുഫ്ർ ചെയ്യുന്നവരായി മാറുന്നുവോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്വയം ഒരു ആത്മവിചിന്തനം നടത്താനാണ് അവർ ശ്രമിച്ചിരുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, ഇവർ പറയുന്ന ഈ പൊട്ടത്തരങ്ങളും ഈ ഇസ്ലാമിനില്ലാത്ത വാദങ്ങളും കേട്ടിട്ട് നമ്മുടെ ഈമാനിനെ കളഞ്ഞു കുളിക്കരുത് എന്നും നമ്മുടെ പരലോകത്തെ നഷ്ടപ്പെടുത്തരുതുമെന്നാണ് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് സഹായത്തേട്ടം, ഏതു പ്രതിസന്ധിയിലും നമ്മെ സഹായിക്കാൻ കഴിവുള്ളവൻ അത് അല്ലാഹ് മാത്രമാണ്. നമുക്കെന്ത് പ്രതിസന്ധി വന്നാലും അത് റബ്ബിൻ്റെ തീരുമാനമാണ്. ആ തീരുമാനത്തെ മറികടക്കാൻ ഏതൊരു ഔലിയ വിചാരിച്ചാലും സാധിക്കുകയില്ല. കാരണം അള്ളാഹുവിൻ്റെ ഖദറിനെ മാറ്റാൻ ഒരാൾക്കും സാധ്യമല്ല. റബ്ബ് സുബ്ഹാനഹു വ തആല എന്താണോ വിധിച്ചത് അതാണല്ലോ നമ്മൾ നിസ്കാരത്തിൽ പ്രാർത്ഥിക്കുന്നത്. നിസ്കാര ശേഷം നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താ? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദ് മിൻകൽ ജദ്ദ്. അല്ലാഹുവേ, നീ വിധിച്ചത് തടയാൻ ഒരാൾക്കും കഴിയില്ല, നീ തടഞ്ഞത് തരാനും ഒരാൾക്കും കഴിയില്ല. പിന്നെ എങ്ങനെയാണ് ഇവർക്കൊക്കെ കഴിയുക? അപ്പോൾ അള്ളാഹുവിനേക്കാൾ മഹത്വവൽക്കരിക്കുക എന്ന ഇവരുടെ പ്രവണതയെ ഷിർക്കായി കൊണ്ട് തന്നെ നമ്മൾ കാണണം. അള്ളാഹുവിൽ പങ്കുകാരില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ഏകനാണ്. ആ ഏകനായ റബ്ബിലേക്ക് നമ്മുടെ സർവ്വതും സമർപ്പിച്ച് റബ്ബിനെ വിധേയപ്പെട്ടുകൊണ്ട് നാം ജീവിക്കുക. ശരിയായ മുസ്ലിമായി കൊണ്ട് ജീവിക്കാൻ, അതുപോലെ തന്നെ ജീവിച്ച് മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കണമെങ്കിൽ ആ തൗഹീദ് നിലകൊണ്ടുകൊണ്ട്, ആ തൗഹീദിൽ അടിയുറച്ച് നിന്നുകൊണ്ട് നാം ജീവിതത്തെ ധന്യമാക്കേണ്ടതുണ്ട്. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.